ഹലോ ഫ്രണ്ട്സ്, അൽജിമർ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡേറ്റ് ഷീറ്റൊക്കെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം മെയ് 21 മാത്സിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാനും കുറച്ച് റിവിഷൻ വീഡിയോസാണ് ഇനി മുതൽ ഇടാൻ പോകുന്നത്. റിവിഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും ഫോർമുലയും പിന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വീഡിയോസ് ഇപ്പോൾ റിവൈസ് ചെയ്ത സിലബസിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ എടുക്കുന്നത്. അതായത് ഒറിജിനൽ സിലബസിൽ നിന്നും ഒരുപാട് പോർഷൻ ഇപ്രാവശ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള പോർഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ വീഡിയോയിൽ സോൾവ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പിന്നെ ചാപ്റ്റേഴ്സ് ആയാലും വെയിറ്റേജിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ എടുക്കുന്നത്. അതായത് കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ മാക്സിമം പോർഷൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ വീഡിയോയിലും കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്താണെന്നും അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, ഫോർമുല ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കാൻ പോകുന്നത്. കാരണം ഇപ്രാവശ്യം ഇനി മുതൽ MCQs ഉണ്ടാവില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ AP എന്ന ചാപ്റ്ററിലെ 1 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ്സും ഫോർമുലയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്താണെന്ന്. അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇനി അരിത്മെറ്റിക് പ്രോഗ്രഷൻ സ്കൂൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്, 6 സീക്വൻസ് എഴുതിയിട്ടുണ്ട്. 4, 8, 12, 16, 20, 100, 150, 200, 250, 3, 6, 9, 12 അങ്ങനെ 6 സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഇനി APയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ടേംസിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് 4ഉം 8ഉം, 4 + 4 8, 8 + 4 12, 12 + 4 16. അപ്പോൾ ഇവിടെ എല്ലാ ടേംസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇതിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ D എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. ഇങ്ങനെയാണ് തൊട്ട് മുമ്പിലുള്ള ടേമിൽ നിന്നും പുറകെയുള്ള ടേമിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ ടേം നോക്കുകയാണെങ്കിൽ 100 + 50 150, 150 + 50 200. അപ്പോൾ ഒരു ടേമിൽ നിന്നും നെക്സ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? 50 ആണ് കോമൺ ഡിഫറൻസ്. ഈ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. 9 - 6 എന്ന് പറയുന്നതും 3 ആണ്. 6 - 3 എന്ന് പറയുന്നതും 3 ആണ്. 12 - 9 എന്ന് പറയുന്നതും 3 ആണ്. ഈ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇതൊരു ഡിക്രീസിങ് AP ആണ്. അപ്പോൾ 200ൻ്റെ കൂടെ -50 ആഡ് ചെയ്യുമ്പോഴാണ് 150 കിട്ടുന്നത്. 150യുടെ കൂടെ -50 ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കിട്ടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. 100 - 150 -50, 150 - 200 -50, ഇങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 0 ആണ്, കാരണം 3 3 3 3 3 ഇങ്ങനെ സെയിം ടേം ആയിരിക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -10 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഇതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻസിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് ഫൈനൈറ്റും ആകാം, ഇൻഫൈനൈറ്റും ആകാം. ഫൈനൈറ്റ് AP എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേംസ് ഫൈനൈറ്റ് ആയിരിക്കും. അതായത് 50 ടേംസ് ഉള്ള ഒരു AP, അല്ലെങ്കിൽ 100 ടേംസ് ഉള്ള AP, അല്ലെങ്കിൽ 45 ടേംസ് ഉള്ള AP. ഇങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും ചില APസിൽ ഉണ്ടാകുന്നത്. ആ APയിൽ മൾട്ടിപ്പിൾസ് ഓഫ് 4 ബിറ്റ്വീൻ 100 ആൻഡ് 200. അതെന്ന് പറയുന്നത്
ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. കാരണം 100ൻ്റെയും 200ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതൊരു ഫൈനൈറ്റ് എ പി ആയിരിക്കും. പക്ഷേ ഇപ്പോൾ പറയുകയാണ് നാച്ചുറൽ നമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ട് എൻലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് എ പി ആയിരിക്കും. അതുപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 3. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒന്നും പറയുന്നില്ല. മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുന്നതും എൻലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആണ്. അങ്ങനെയുള്ള സീക്വൻസിനാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എ പി എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, A2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, A3 എന്ന് പറയുന്നത് തേർഡ് ടേം. അപ്പോൾ എപ്പോഴും A3 മൈനസ് A2 എന്ന് പറയുന്നത് A2 മൈനസ് A1ന് ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്താ, ആ സീക്വൻസിൻ്റെ അല്ലെങ്കിൽ ആ എ പിയുടെ കോമൺ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു എ പിയുടെ nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. nth ടേം നമുക്കിപ്പോൾ AN ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എ പി എടുക്കുകയാണ് 3, 6, 9, 12 എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എ പിയുടെ നമുക്ക് 15th ടേം കണ്ടുപിടിക്കണം. അതാകുമ്പം 15th എന്ന് പറയുമ്പം A15th ടേം. അപ്പോൾ ഒരു എ പിയിലെ ഏത് ടേം എത്രാമത്തെ ടേം ആയാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. A+n-1 × D. അതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആയിരിക്കും, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിരിക്കും, എൻ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടേം. ഇത് 15th ടേം ആണെങ്കിൽ n15 ആയിരിക്കും, 20th ടേം ആണെങ്കിൽ n20 ആയിരിക്കും. എ എന്ന് പറയുന്നത് ആ എ പിയുടെ ഫസ്റ്റ് ടേം, അതായത് ഈ കേസിൽ എ എന്ന് പറയുന്നത് 3 ആയിരിക്കും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ എ പിയിലെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 - 3 ആയിരിക്കും. അപ്പോൾ ഇതാണ് nth ടേം അല്ലെങ്കിൽ ഒരു ജനറൽ ടേം. അതായത് നിങ്ങൾക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ്, അത് ഇപ്പോൾ ഒരു 50 ടേം ഉള്ള ഒരു എ പി ആണെങ്കിൽ 50th ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ലാസ്റ്റ് ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 50th ടേം ആണെങ്കിൽ A50 വരും. അപ്പോൾ ഇതിൻ്റെ ഈ കേസ് നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 3 ആയിരിക്കും, ഡി എന്ന് പറയുന്നത് 3 ആയിരിക്കും, എൻ എന്ന് പറയുന്നത് 50 ആയിരിക്കും. കാരണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 50 ആണ്, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് nth ടേം ഓഫ് ആൻ എ പി എന്ന് പറയുന്നത്. ഇനി സം ഓഫ് n ടേംസ്. ഇനി ഒരു എ പിയുടെ സം കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ ഒരു 20 ടേംസ് ഉള്ള ഒരു എ പി ആണെങ്കിൽ അതിൽ ഫസ്റ്റ് 16 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് 10 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പം നമ്മളോട് പറയും എത്ര ടേംസിൻ്റെ സം ആണ് നമുക്ക് വേണ്ടതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയാണ് അപ്പോൾ SN, അതായത് സം ഓഫ് n ടേംസ്. സം ഓഫ് n ടേംസ് ആണെങ്കിൽ SN. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് സം ഓഫ് 16 ടേംസ് ആണെങ്കിൽ n എന്ന് പറയുന്നത് 16 ആയിരിക്കും. അപ്പോൾ അത് S16 ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അല്ലെങ്കിൽ സം ഓഫ് 50 ടേംസ് ആണെങ്കിൽ നമ്മൾ S50 എന്ന് എഴുതും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ സം ഓഫ് n ടേംസ് ഓഫ് ആൻ എ പി എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുലയാണ് n/2 2a + n-1 × D. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, എൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ടേംസിൻ്റെ സം ആണോ വേണ്ടത് അതാണ് എൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ഫൈനൈറ്റ് എ പി ആണ്, അതായത് നിങ്ങൾക്കറിയാം ആ ടേമിൽ ആ എ പിയിൽ 100 ടേംസേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ടാവും, ലാസ്റ്റ് ടേം അതായത് AN അല്ലെങ്കിൽ L, ഈ രണ്ട് രീതിയിലും എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് ടേമും ഉണ്ട് ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n/2 a + AN അല്ലെങ്കിൽ n/2 a + L. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് n/2 a + AN. അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൈറ്റ് എ പി അല്ല, ഇൻഫിനൈറ്റ് എ പി ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഇൻഫിനൈറ്റ് പോകുന്ന ഒരു എ പിയിൽ ഫസ്റ്റ് 16 ടേംസിൻ്റെ സം ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, 16th ടേമും തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിലും ആ 16th ടേമും ഫസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് n/2 a+l എന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. കാരണം 16 ടേംസാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും 16th ടേം നമുക്ക് തന്നിട്ടുമുണ്ട്. ആ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയാണ് n/2 × a+l എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് AP-യിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is the common difference of an AP in which A21 minus A7 equal to 84? അപ്പോൾ nth ടേമിൻ്റെ ഫോർമുല നമുക്കറിയാം a plus n minus 1 into d. nth term is equal to a first term plus n minus 1. എന്ന് വെച്ചാൽ ഏത് ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് n. അതായത് ഇപ്പോൾ 7th ടേം ആണെങ്കിൽ n എന്ന് പറയുന്നത് 7 ആയിരിക്കും. n minus 1 into d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പോൾ a is equal to a plus n minus 1 into d. അപ്പോൾ ഇവിടെ A21 ആണ് നമുക്ക് വേണ്ടത്. എയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പോൾ a plus n എന്ന് പറയുന്നത് ഇവിടെ 21 ആണ്. 21 minus 1 into d കോമൺ ഡിഫറൻസും അറിയത്തില്ല. അപ്പോൾ a plus 20d ഇതാണ് A21 എന്ന് പറയുന്നത്. ഇനി A7 എന്ന് പറയുന്നത് സെയിം a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി, അതായത് a പ്ലസ് 6d ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ A21 മൈനസ് A7 എന്ന് പറയുന്നത്, അതായത് 21st ടേമിൻ്റെയും 7th ടേമിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 84 ആണ്. അപ്പോൾ a പ്ലസ് 20d മൈനസ് a പ്ലസ് 6d ഈസ് ഈക്വൽ ടു 84. അപ്പോൾ a പ്ലസ് 20d മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം സൈൻ ചേഞ്ച് ആകും. അപ്പോൾ a എന്ന് പറയുന്നത് മൈനസ് a ആകും, പ്ലസ് 6d എന്ന് പറയുന്നത് മൈനസ് 6d ഈക്വൽ ടു 84. a പ്ലസ് a മൈനസ് a ക്യാൻസൽ ആയപ്പോൾ 20d മൈനസ് 6d 14d ഈക്വൽ ടു 84. d ഈസ് ഈക്വൽ ടു 84/14, അതായത് 6. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു, d ഈക്വൽ ടു 6. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് സാധാരണയായിട്ട് 1 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ് √2, √8, √18. അപ്പോൾ ഇവിടെ നമുക്ക് √2, √8, √18 തന്നാൽ നമുക്ക് ഇതൊരു AP ആണെന്ന് പോലും തോന്നില്ല. കാരണം ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ തരുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന ഓരോ നമ്പറിനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ 8 എന്ന് പറയുന്നത് 2, 4, 2, 2. അപ്പോൾ ഈ 8നെ നമുക്ക് എഴുതാൻ പറ്റും 2 × 2 × 2, അതായത് ഇവിടെ നിന്നൊരു പെയർ ഓഫ് 2 കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ 2 വെളിയിൽ വരും, റൂട്ടിന് വെളിയിൽ വരുമ്പോൾ ഈ ഒരു പെയർ 2ൽ നിന്ന് ഒരു 2 വെളിയിൽ വരും. അപ്പോൾ 2 √2, ഈ 2 ഒറ്റ ആയതുകൊണ്ട് അത് റൂട്ടിനുള്ളിൽ തന്നെ നിൽക്കും. അപ്പോൾ √8 എന്ന് പറയുന്നത് 2√2 ആയിരിക്കും. ഇനി √18 നോക്കാം. √18 ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം 18 എന്ന് പറയുന്നത് 9 × 2 ആണ്. ഇനി 9ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 3 ആണ്. അപ്പോൾ 3, ഈ 9 3 ആയിട്ട് വെളിയിൽ വരും. സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആ 3 വെളിയിൽ എഴുതി. 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് പോസിബിൾ അല്ല, കാരണം 2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് 2 അതുപോലെ നമ്മൾ എഴുതും. അപ്പോൾ √18 എന്ന് പറയുന്നത് 3√2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ √2, 2√2, 3√2, അപ്പോൾ അടുത്തത് 4√2, 5√2, അങ്ങനെ ആയിരിക്കും ഈ സീക്വൻസ് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലായി ഇതൊരു AP ആണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ a എന്താണ്? a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അതായത് √2 ആണ്. ഇനി d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 2√2 മൈനസ് √2, അത് √2 ആണ്. കാരണം 2√2 മൈനസ് √2 എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ a കിട്ടി, d കിട്ടി. നമുക്ക് 10th ടേം ആണ് വേണ്ടത്, അതായത് n എന്ന് പറയുന്നത് 10 ആണ്.
അപ്പോൾ 10th ടേം, nth ടേമിൻ്റെ ഫോർമുല എന്തായിരുന്നു? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ 10th ടേം അതായത് a10 എന്ന് പറയുന്നത് a പ്ലസ് a √2 ആണ് പ്ലസ് n മൈനസ് 1 10 മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് √2. √2 പ്ലസ് 10 മൈനസ് 1 9 √2. √2 പ്ലസ് 9 √2 10 √2. ഇതാണ് 10th ടേം എന്ന് പറയുന്നത്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇത്രയും സ്റ്റെപ്സ് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇതും 1 മാർക്കാണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനും എപ്പോഴും 1 മാർക്ക് ചോദിക്കൂ അല്ലെങ്കിൽ 2 മാർക്സിന് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് 1 മാർക്കിനും 2 മാർക്സിനും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ചെയ്യേണ്ട രീതി മനസ്സിലാക്കിയാൽ മതി. പിന്നെ മാർക്കിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ സ്റ്റെപ്സ് എഴുതേണ്ടത്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ സ്റ്റെപ്സ് എഴുതേണ്ട കാര്യമൊന്നുമില്ല. മെയിൻ സ്റ്റെപ്സ് മാത്രം എഴുതിയിട്ട് നമുക്ക് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 10th ടേം എന്ന് പറയുന്നത് 10 √2 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ രീതിയിലുള്ള വാല്യൂസ് മാറ്റിയിട്ടായാലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ വിൽ ബി കോൺസിക്യൂട്ടീവ് ടേംസ് 2k + 1 3k + 3 ആൻഡ് 5k - 1 ഫോം ആൻഡ് AP. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേംസ് തന്നിട്ടുണ്ട്. 2k + 1 3k + 3 5k - 1. അപ്പോൾ ഇവിടെ k ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താ? കെയുടെ വാല്യൂ മാറുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഓരോ ടേമിൻ്റെയും വാല്യൂ കിട്ടുന്നത്. അപ്പോൾ കെയുടെ കെയ്ക്ക് ഏത് വാല്യൂ നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും ഈ 3 ടേംസും AP എന്ന സീക്വൻസിലെ ടേംസ് ആവുന്നത്. അതായത് നമുക്കറിയാം AP എന്ന് പറയുന്നത് എപ്പോഴും ടേംസിൻ്റെ ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ 4 8 12 16 ഇങ്ങനെ ഒരു സീക്വൻസ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഇടയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. കാരണം 4 ആഡ് ചെയ്താണ് നമുക്ക് നെക്സ്റ്റ് ടേംസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ സെയിം കോൺസെപ്റ്റാണ്. ഈ 3 ടേംസും APയിലെ ടേംസ് ആകണമെങ്കിൽ ഇവയുടെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അതായത് 3k + 3 - 2k + 1 ഈക്വൽ ടു 5k - 1 - 3k + 3. അതായത് ഇപ്പോൾ 3 ടേം ഉണ്ട്, A1 A2 A3 ഇങ്ങനെ 3 ടേംസ് ഉണ്ടെങ്കിൽ അത് ഈ 3 ടേമും APയിലെ ടേംസ് ആവണമെങ്കിൽ A2 - A1 എന്ന് പറയുന്നത് A3 - A2വിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ A1 A2 A3 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A2 - A1 ഷുഡ് ബി ഈക്വൽ ടു A3 - A2. അപ്പോൾ ഇവിടെ ഇനി നമ്മളിതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. മൈനസ് നേരത്തെ പറഞ്ഞ പോലെ മൈനസ് കഴിഞ്ഞുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാ ടേംസിൻ്റെയും സൈൻ ചേഞ്ച് ആകും. -2k - 1 ഈക്വൽ ടു 5k - 1 -3k - 3. ഇനി 3k - 2k k 3 - 1 2 ഈക്വൽ ടു 5k - 3k 2k -1 -3 -1 -3 എന്ന് പറയുന്നത് -4 ആയിരിക്കും. ഇത് നമ്മൾ സാധാരണ സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ ട്രാൻസ്പോസിങ്, അതായത് വേരിയബിൾസിനെല്ലാം ഒരു സൈഡിലും കോൺസ്റ്റൻസിനെല്ലാം ഒരു സൈഡിലും ആക്കിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2k ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഈ കെയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഈ കെയ്ക്ക് നെഗറ്റീവ് കിട്ടത്തില്ല. എന്നിട്ട് ഈ 4നെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ 4നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ -4 ഇവിടെ +4 ആകും. 2k +k റൈറ്റ് സൈഡ് ചെല്ലുമ്പോൾ -k ആകും. അപ്പോൾ 4 + 2 6 2k - k k. അതായത് കെയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ ഈ 2k + 1 3k + 3 5k - 1 എന്നുള്ള
ടേംസിൽ കെയുടെ വാല്യൂ 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എ പിയിലുള്ള 3 ടേംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് വെറുതെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 × 6 12, 12 + 1 13. അപ്പോൾ ഒരു ടേം 13 കിട്ടി. ഇനി 6 × 3 18, 18 + 3 21 കിട്ടി. ഇനി 6 × 5 30, 30 - 1 29. ഇപ്പോൾ നോക്കുമ്പോൾ 21-ൻ്റെയും 13 ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ 29-ൻ്റെയും 21-ൻ്റെ ഇടയിലുള്ള ഡിഫറൻസും 8 ആണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസ് ഉള്ള സ്ഥിതിക്ക് ഈ 3 ടേംസും എ പിയിലെ ടേംസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ കെയുടെ വാല്യൂ 6 ആയിരിക്കണം. അപ്പോൾ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോൾ ചോദിച്ചാലും 2 ടേംസിൻ്റെ, അതായത് സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസും തേർഡ് ടേമും സെക്കൻഡ് ടേം തമ്മിലുള്ള ഡിഫറൻസും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഈ മോഡൽ ക്വസ്റ്റ്യനിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ എ പി ഈസ് 3, ദെൻ വാട്ട് ഈസ് A15 - A9? അപ്പോൾ നിങ്ങൾക്കിവിടെ കോമൺ ഡിഫറൻസ്, അതായത് D3 എന്ന് തന്നിട്ടുണ്ട്. ഇനി A15 - A9 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A15 എന്ന് പറയുന്നത് നമുക്കറിയാം A + n - 1 × D യൂസ് ചെയ്തിട്ട് A + 14D ആയിരിക്കും. അതുപോലെ A9 എന്ന് പറയുന്നത് A + 9 - 1 × D, അതായത് 8D. അപ്പോൾ ഈ 2 വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ A + 14D - A + 8D. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആണ്. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും സൈനിന് വ്യത്യാസമുണ്ട്. അപ്പോൾ A - A ക്യാൻസൽ, 14D - 8D എന്ന് പറയുന്നത് 6D ആയിരിക്കും. അപ്പോൾ ഡിയുടെ വാല്യൂ ഇവിടെ 3 തന്നിട്ടുണ്ട്. അപ്പോൾ 6 × 3 18. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് വർഷം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 25th ടേം ഓഫ് ദ AP -5, -5/2, 0, 5/2, etc. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് -5 ആണ്. D എന്ന് പറയുന്നത് -5/2 മൈനസ് ഓഫ്, ഇവിടെ -5 ആണ്, അതുകൊണ്ട് മൈനസ് ഓഫ് -5, -5/2 മൈനസ് ഓഫ് മൈനസ് +5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ വരുമ്പോൾ കിട്ടുന്നത് 5/2 ആയിരിക്കും. LCM ഒക്കെ എടുത്ത് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5/2 ആണ്. ഇനി 25th ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് നമുക്കറിയാം A + n - 1 × D ആണ്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 25th ആയതുകൊണ്ട് 25 ആയിരിക്കും. അപ്പോൾ A25 എന്ന് പറയുന്നത് A - 5 + n, 25 - 1 × D എന്ന് പറയുന്നത് 5/2. അപ്പോൾ -5 + 25 - 1 24 × 5/2. ഇവിടെ മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ -5 ഉണ്ട്, ഇവിടെ +24 × 5/2 ആണ്. അപ്പോൾ മിക്കവാറും കുട്ടികൾ ചെയ്യുന്നത് -4ഉം 24ഉം കൂടെ ആഡ് ചെയ്യും. അത് -5 + 24 ആദ്യം ചെയ്യും. പിന്നെ കിട്ടുന്ന ആൻസറിനെ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ബോഡ്മാസ് റൂളാണ്. അതായത് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, BO, പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അഡിഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റും ഡിവിഷനും ഒന്നുമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യാവൂ. അതിന് ശേഷമേ അഡീഷനായാലും സബ്ട്രാക്ഷനായാലും നമ്മൾ പെർഫോം ചെയ്യാവൂ. അപ്പോൾ ഇവിടെ ആദ്യം ഉള്ള നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 12 × 5 60, 60 - 5 55. അപ്പോൾ 25th ടേം എന്ന് പറയുന്നത് 55 ആണ്. The next question, if the nth term of an AP is 2n + 1, then find sum of its first 3 terms.
അപ്പോൾ ഇവിടെ എ പിയുടെ ഒരു ഫോം തന്നിട്ടുണ്ട് 2n + 1. ഒരു ആൽജിബ്രിക് എക്സ്പ്രഷനായിട്ടാണ് എ പിയുടെ ടേം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ടേം ആണെങ്കിൽ ആ എ പിയുടെ ആദ്യത്തെ 3 ടേംസിൻ്റെ, അതായത് ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എ പിയുടെ ഒരു എക്സ്പ്രഷനാണ് തന്നിട്ടുള്ളത്. ടേം ഒരു എക്സ്പ്രഷൻ്റെ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ടേംസ് അല്ലേ വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഈ 3 ടേംസും ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 2n + 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് a1 കണ്ടുപിടിക്കാം. a1 എന്ന് പറയുന്നത് എന്താ? n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2 × 1 + 1, അതായത് 3. ഇനി സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2 × 2 + 1, അതായത് 5. ഇനി തേർഡ് ടേം 2 × n-ന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 7. ഇപ്പോൾ നമ്മുടെ എ പിയിലെ ഫസ്റ്റ് 3 ടേംസ് കിട്ടിക്കഴിഞ്ഞു. 3, 5, 7 എക്സെട്ര എക്സെട്ര. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എ പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് 3 ടേംസിൻ്റെ സം അല്ലേ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത് 3 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 7 + 3 10, 10 + 5 15. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 15 ആണ്. ഇങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2 മാർക്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ്, അതായത് 1, 3, 5, 7 എക്സെട്ര. ഇതാണ് റിക്വയർഡ് എ പി എന്ന് പറയുന്നത്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 20 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ആണ് വേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. ഡി എന്ന് പറയുന്നത് ഇടയിലുള്ള ഡിഫറൻസ് 3 - 1 അല്ലെങ്കിൽ 5 - 3 അല്ലെങ്കിൽ എല്ലാം 2 ആണ്. ഇനി n എന്ന് പറയുന്നത് 20 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ n എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇനി നമുക്ക് n-ൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n/2 × 2a + n - 1 × d ആണ് സമ്മിൻ്റെ ഫോർമുല. അപ്പോൾ 20 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് 20 ടേംസ് ആണ്. അപ്പോൾ s20 ആണ് വേണ്ടത്. ഇപ്പോൾ 20/2 × 2a എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് n 20 - 1 × d എന്ന് പറയുന്നത് 2. അപ്പോൾ 2ഉം 10ഉം 2ഉം 20ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് 10 കിട്ടും. അപ്പോൾ 10 × 2 + 20 - 1 19, 20 - 1 19, 19 × 2 38. അപ്പോൾ 38 + 2 40, 40 × 10 400. ഇപ്പോൾ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 400 ആണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് m ടേംസ് ഓഫ് ആൻ എ പി ഈസ് 2m² + 3m, then what is its second term? അപ്പോൾ ഇവിടെ നമുക്ക് m ടേംസിൻ്റെ സം തന്നിട്ടുണ്ട്. അപ്പോൾ 2m² + 3m ആണ്. ഇനിയിപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു എ പി തന്നിട്ടുണ്ട്. ഇപ്പം 1, 3, 5, 7, 9 എക്സെട്ര എക്സെട്ര ഇങ്ങനെ ഒരു എ പി തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ 1, 2, 3, 4, 5 ഫിഫ്ത്ത് ടേം, ഈ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സം യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 5 ടേംസിൻ്റെ സം കണ്ടുപിടിക്കും. പിന്നെ ഈ 5 ടേംസിൻ്റെ സമ്മിൽ നിന്ന് 4th ടേം വരെയുള്ള സം സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 5th ടേം കിട്ടുമല്ലോ. അതുപോലെ തന്നെ 4th ടേം വരെയുള്ള സമ്മിൽ നിന്ന് 3rd ടേം വരെയുള്ള സം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4th ടേമും കിട്ടും. അതായത് ഇപ്പം 9th ടേം കണ്ടുപിടിക്കണമെങ്കിൽ 9th ടേം, അതായത് A9 കണ്ടുപിടിക്കണമെങ്കിൽ 9 ടേംസിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന്
8 ടേംസ് വരെയുള്ള സമ്മ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9th ടേം കിട്ടും. അതിപ്പോൾ ഒരു 5th ടേമാണ് വേണ്ടെങ്കിൽ 5 ടേംസിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 4th ടേം വരെയുള്ള സം, കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ 5 ടേംസ് ഉണ്ടെങ്കിൽ 5 ടേംസിൻ്റെ സമ്മും 4th ടേം വരെയുള്ള 5 ടേംസിൻ്റെ സമ്മും 4 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ 5th ടേം ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ടേം ആണ്. അപ്പോൾ സെക്കൻഡ് ടേം അതായത് A2 കിട്ടണമെങ്കിൽ S2 മൈനസ് S1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കാം. നമുക്ക് ഏത് ടേം ആണോ വേണ്ടത് ആ ടേം വരെയുള്ള സമ്മിൽ നിന്നും അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ടേംസിൻ്റെ സമ്മിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ വേണ്ട ടേം കിട്ടും. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ടേം ആണ് നമുക്ക് വേണ്ടത്, അതായത് A2 ആണ് വേണ്ടത്. A2 കിട്ടാൻ വേണ്ടിയിട്ട് S2 മൈനസ് S1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് S1 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ എമ്മിന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 × 1 സ്ക്വയർ പ്ലസ് 3 × 1. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ഇനി S2 കിട്ടാൻ വേണ്ടിയിട്ട് ഈ എമ്മിന് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 × 2 സ്ക്വയർ പ്ലസ് 3 × 2. 2 × 2 സ്ക്വയർ 8. 8 പ്ലസ് 6 14. അപ്പോൾ S2 എന്ന് പറയുന്നത് 14ഉം S1 എന്ന് പറയുന്നത് 5ഉം ആണ്. അപ്പോൾ A2 എന്ന് പറയുന്നത് 14 മൈനസ് 5 ഈക്വൽ ടു 9 ആണ്. 9 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 114, 109, 104 ഈസ് ഇറ്റ്സ് ഫസ്റ്റ് നെഗറ്റീവ് ടേം? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ AP-യിൽ ടേമിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താണ് പോകുന്നത്. അതായത് അതൊരു ഡിസെൻഡിങ് ഓർഡറിലുള്ള ഒരു AP ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ AP പതുക്കെ നെഗറ്റീവ് സൈഡിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നെഗറ്റീവ് ടേം എപ്പോഴാണ് വരുന്നത്, അതായത് സീക്വൻസിൽ എത്രാമത്തെ ടേം തൊട്ടായിരിക്കും ഈ സീക്വൻസിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു തുടങ്ങുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എപ്പോഴായാലും പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നത് 0-യിലാണ്. അതായത് -4, -3, -2, -1, 0, 1, 2, 3, 4 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നും 0-യിൽ വന്നിട്ട് 0-യിൽ നിന്നാണ് നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സീക്വൻസിൻ്റെ എത്രാമത്തെ ടേമിലാണ് 0 ആകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ സീക്വൻസിൻ്റെ എത്രാമത്തെ ടേം ആയിരിക്കും 0, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം an let 0 be the nth term of the sequence. അപ്പോൾ നമ്മൾ 0 ഈ സീക്വൻസിൽ അല്ലെങ്കിൽ ഈ AP സീക്വൻസിലെ ഒരു ടേം ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ therefore an ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ n ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് എത്രാമത്തെ ടേം ആണ് 0. അപ്പോൾ എൻ്റെ വാല്യൂ നമുക്കറിയാം, ഫോർമുല നമുക്കറിയാം a + n-1 × d. ഇവിടെ a എന്ന് പറയുന്നത് 114ഉം d എന്ന് പറയുന്നത് -5. ഇപ്പോൾ d കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം എങ്ങനെയാണെന്ന്. 104 -109 -140. അപ്പോൾ അത് -5 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ an എന്ന് പറയുന്നത് 0 ആണ്. a ഈസ് 114 + n-1 × -5. ഇനി ഈ 14 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ +14 -114 ആവും. അപ്പോൾ
പ്ലസ് 114 മൈനസ് 114 ആയി n മൈനസ് 1 ഇൻറ്റു മൈനസ് 5. ഇനി ഈ n മൈനസ് 1 ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ n മൈനസ് 1 ഒരു സൈഡിൽ നിർത്തിയിട്ട് കൂടെയുള്ള മൈനസ് 5നെയും ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ 114 അതേ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരും. മൈനസ് 5. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 114/5. അപ്പോൾ n മൈനസ് 1 എന്ന് പറയുന്നത് 114/5 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് 114/5 പ്ലസ് 1 ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളിനി LCM ഒക്കെ ചെയ്യുകയാണെങ്കിൽ 5 LCM എടുക്കും. 114 പ്ലസ് 5 അതായത് 119/5. 119/5 എന്ന് പറയുന്നത് 23.8. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 23.8 ആണ്. അപ്പോൾ നമുക്കറിയാം ഒരിക്കലും എന്നിൻ്റെ വാല്യൂ 23.8 ആവത്തില്ല. കാരണം ഒന്നെങ്കിൽ 23rd ടേം അല്ലെങ്കിൽ 24th ടേം. ഒരിക്കലും ടേമിൻ്റെ അതായത് എന്നിൻ്റെ വാല്യൂ ഒരിക്കലും നമുക്കൊരു ഡെസിമൽ ഫോമോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ ഫോമിലോ കിട്ടത്തില്ല. കാരണം നമുക്ക് 23.8th ടേം അല്ലെങ്കിൽ 26.5th ടേം നമ്മൾ ഒരിക്കലും പറയാറില്ല. ഒന്നെങ്കിൽ 23rd ടേം അല്ലെങ്കിൽ 24th ടേം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത 0 ഈ സീക്വൻസിലെ ഒരു ടേം അല്ല. പക്ഷേ നെഗറ്റീവ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 24th ടേം തൊട്ടായിരിക്കും. കാരണം 23.8ൻ്റെ അർത്ഥം എന്താ? 23 വരെയും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ അതായിരിക്കും 23.8ൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 23 വരെ പോസിറ്റീവ് ടേംസ് ആയിരിക്കും വന്നുകൊണ്ടിരുന്നത്. പിന്നെ 24th തൊട്ടായിരിക്കും ഏത് നെഗറ്റീവ് ടേം ആയാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 24th തൊട്ടായിരിക്കും. അപ്പോൾ 23.8 ആണ് ആൻസർ കിട്ടിയതെങ്കിൽ 24th ടേം ആയിരിക്കും ഫസ്റ്റ് നെഗറ്റീവ് ടേം. ഇനി 26.7 നമുക്ക് ആൻസർ കിട്ടിയെങ്കിൽ 27th ടേം തൊട്ടായിരിക്കും നെഗറ്റീവ് ടേം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ഒരു ഹോൾ നമ്പർ തന്നെയാണ്, ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. സപ്പോസ് ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 23 ആണെങ്കിൽ ഇതിൻ്റെ അർത്ഥം 0 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ 23rd ടേം ആണെങ്കിൽ 24th തൊട്ടായിരിക്കും നെഗറ്റീവ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുമായാലും കിട്ടുന്ന ആൻസറിൻ്റെ നെക്സ്റ്റ് ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അതിൻ്റെ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കും ഫസ്റ്റ് നെഗറ്റീവ് ടേം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. ഹാപ്പി ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. ഹാപ്പി ലേണിംഗ്.